അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി പലഹാരമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ 250 ml കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ മാവ് എടുത്തിരിക്കുന്നത് ചെറിയൊരു അളവിലാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ കൂടുതൽ മാവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കൂട്ടിക്കൊടുത്താൽ മതിയെ. അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ അളന്നിട്ട് എടുത്താലും മതി. ബാക്കി ചേരുവകളെല്ലാം കറക്റ്റായിട്ട് ഗ്ലാസ്സിനനുസരിച്ച് ചേർത്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലൊരു ക്രിസ്പിനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് 1 ടേബിൾ സ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കുന്നത്. റവ എടുക്കുമ്പോൾ വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈ മാവിന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ മാവിന് നല്ലൊരു സോഫ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. നെയ്യ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നെയ്യിന് പകരം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി. നെയ്യ് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ പലഹാരത്തിന് കിട്ടുന്നത്. ഇനി ഒരു സ്പൂൺ വെച്ചോ കൈ വെച്ചോ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ആ ഗോതമ്പ് പൊടി എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവിന് ആവശ്യമായ വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. ചെറു ചൂടുവെള്ളമോ അല്ലെങ്കിൽ പച്ചവെള്ളമോ ഒഴിച്ച് വേണം ഈ മാവൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ പച്ചവെള്ളം ചേർത്തിട്ടാണ് മാവ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഒരുമിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ കുറച്ച് വീതം ഒഴിച്ച് വേണം മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ 1/2 കപ്പ് വെള്ളം എടുത്തിട്ട് കുറച്ച് വീതം ഒഴിച്ച് ആ മാവൊന്ന് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി മാവ് ബൗളിൽ വെച്ചോ കൗണ്ടർ ടോപ്പിലിട്ടോ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം. 1 മിനിറ്റ് എങ്കിലും ഒന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇനി മാവിന്റെ പുറമൊക്കെ ഒന്ന് ഡ്രൈ ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മാവിൻ്റെ പുറത്തായിട്ട് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് തടവി കൊടുക്കാം. ഞാനിപ്പോൾ ഓയിലാണ് തടവി കൊടുക്കുന്നത്. ഇനി മൂടി വെച്ച് കുറച്ച് സമയം ഈ മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം ഞാനൊരു മിക്സിയിലെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഒരു ബീട്രൂട്ടിൻ്റെ ഒരു 1/4 ഭാഗം ബീട്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പം ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പാടില്ല, എന്നാൽ പിന്നെ അരഞ്ഞൊന്നും കിട്ടില്ല. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഈ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് അരഞ്ഞ് കിട്ടാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ ഇതാ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നാ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇനി ഇത് ഒരു ബൗളിൽ ഒഴിച്ച് മാറ്റി വയ്ക്കാം. നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള ചെറിയ ഉരുളകളാക്കി വേണം ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എല്ലാ മാവും ഇതാ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിലൊക്കെ അരിയൊക്കെ വാർക്കുന്ന ഒരു പാത്രമാണ്. ഇനി ഈ അരിവാലയുടെ പുറത്ത് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഉരുട്ടിയെടുത്ത മാവിൽ നിന്നും ഒരു ഉരുള മാവ് എടുക്കുക. ഈ അരിവാലയുടെ നടുഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൈവച്ചൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ ചെറിയ രീതിയിൽ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ കൈവച്ച് ഒന്ന് പ്രസ് ചെയ്ത് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി കുറച്ചൊന്ന് ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചപ്പാത്തി റോളർ വെച്ച് ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് അങ്ങ് പരത്തി നൈസാക്കരുത്. ചെറിയൊരു കനത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആ മാവ് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി അരിവാല ഒന്ന് തിരിച്ചു പിടിക്കാം. ഇപ്പോൾ കണ്ടില്ലേ, അരിവാലയുടെ ആ ഹോളിൽ കൂടി നമ്മൾ പരത്തിയ മാവൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മാവ് നമ്മൾ അടിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ആ ഹോളിൽ കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി, നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ അരിവാല ഒന്ന് തിരിച്ചു പിടിക്കാം. ഇനി നമ്മൾ പരത്തിയ മാവ് മെല്ലെ ഒന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, നല്ല ഡിസൈനൊക്കെ വന്നിട്ട് എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരിവാല ഇല്ല എങ്കിൽ ഇതുപോലത്തെ ഒരു കണ്ണാപ്പ എടുത്താലും മതി. ചെറിയ ഹോളൊക്കെ ഉള്ള ഒരു സ്പൂണാണ്. കണ്ണാപ്പയുടെ പുറത്തും കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മാവ് വെച്ച് കൈവച്ചൊന്ന് പരത്തി ഇതുപോലെ ചപ്പാത്തി റോളർ വെച്ച് ഒന്ന് പരത്തി ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി കണ്ണാപ്പ ഒന്ന് തിരിച്ചു പിടിക്കാം. കണ്ണാപ്പയുടെ ഹോളിൽ കൂടി മാവ് ഇതാ വന്നിട്ടുണ്ട്. ഈ മാവിൽ വേണം നമ്മൾ അടിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ കണ്ണാപ്പ തിരിച്ചു പിടിച്ച് ഈ മാവ് മെല്ലെ കണ്ണാപ്പയിൽ നിന്നും എടുത്തു മാറ്റാം. ഇപ്പോൾ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ബാക്കിയിരിക്കുന്ന മാവ് മുഴുവൻ ഇതുപോലെ അരിവാല ഉള്ളവർ അരിവാലയിൽ ചെയ്തെടുക്കാം. അരിവാല ഇല്ലാത്തവർ കണ്ണാപ്പയിൽ ചെയ്തെടുത്താലും മതി. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിൽ നമ്മൾ പരത്തി മാറ്റി വെച്ചിരിക്കുന്ന പൂരിയുടെ മാവ് ഇതുപോലെ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ബീട്രൂട്ട് ബ്രഷ് ചെയ്ത മാവ് മുകളിൽ വരത്തക്ക വിധം വേണം മാവ് എണ്ണയിൽ ഇട്ട് കൊടുക്കുക. ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിം വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇട്ട ഉടൻ തന്നെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി തിരിച്ചും മറിച്ചു വിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പോൾ ദാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന മാവ് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഒട്ടും എണ്ണ ഒന്നും കുടിക്കാത്ത അതുപോലെ തന്നെ നന്നായിട്ട് പൊങ്ങി കിട്ടുന്ന വെറൈറ്റി പൂരിയെല്ലാം ദാ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പുറത്ത് ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ ഞാൻ ഒരു പൂരി എടുത്ത് മുറിച്ചും കൂടി കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് അകത്ത്. എന്നും ഒരുപോലത്തെ പൂരി ഉണ്ടാക്കാതെ ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക്